Welcome to Mahimas cooking class. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഓട്ടട. ഇത് നല്ല ഹെൽത്തി ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗോതമ്പട അല്ലെങ്കിൽ ഓട്ടട അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ തേങ്ങാപ്പീരയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് തേങ്ങയാണ്. തിരുമിയ തേങ്ങ 1.5 കപ്പ്. ശർക്കര ഉരുക്കിയ ശർക്കര 1/2 കപ്പ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ശർക്കര സാറിന് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം ശർക്കര ഫുൾ ഡ്രൈ ആകുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പം ഓട്ടട ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഗോതമ്പട ഉണ്ടാക്കുമ്പം ഈ ഒരു പ്രോസസ്സ് ചെയ്യാതെയും ചെയ്യാറുണ്ട്. ജസ്റ്റ് ശർക്കരയും തേങ്ങയോടെ മിക്സ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കുമ്പം ഇതെല്ലാം സൈഡിൽ കൂടെ ഊസ് ഔട്ട് ചെയ്യും. അതിലും ബെറ്റർ എപ്പോഴും ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നത്. ഡ്രൈ ആയി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകമോ ഏലക്ക ഒക്കെ ഉപയോഗിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജീരകം പൊടിയാണ്. ഇത് മാറ്റി വെക്കാം. നമുക്ക് അടയ്ക്ക് കുഴയ്ക്കാനായിട്ട് ഒരു ബോൾ എടുക്കാം. ബോളിലേക്ക് 1 കപ്പ് നിറച്ച് ഗോതമ്പ് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ എപ്പോഴും ഗോതമ്പിന് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ലൂസായിട്ടാണ് കുഴയ്ക്കുക, ഒരുപാട് ടൈറ്റായിട്ടല്ല, ഇച്ചിരി ലൂസായിട്ട് കുഴച്ചെടുക്കുക. പെട്ടെന്ന് 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. വലിയ വർക്കും ഇല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതുണ്ടോ, ഇതേപോലെ സ്റ്റിക്കി ആയിട്ട് വേണം ഇത്. അപ്പം നമ്മുടെ ഡോ റെഡിയാണ്, മാറ്റി വെക്കാം. ഫില്ലിങ്ങും റെഡിയാണ്. അടുത്തായിട്ട് ഈ മാവ് നമുക്ക് ഇലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വെള്ളം തൊട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒരു ബോൾ എടുത്ത് വെക്കാം. വാഴയിലയിലേക്ക് കൈ തൊടുന്നതിന് മുമ്പ് ചെറുതായിട്ട് കൈ നന്നായിട്ട് നനയ്ക്കുക. ചെറിയൊരു ഉരുള എടുക്കുക. വെള്ളം തൊട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. എത്രയും തിന്നാക്കാം അത്രയും നല്ലത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ഇതിലേക്ക് ഇടാം. ഒരു പകുതിയിലേക്ക് ഇടുക. ഇത് ഇതേപോലെ അടച്ചു വെക്കുക. ഇതേപോലെ ബാക്കിയുള്ള അട ഇതേപോലെ ചെയ്തെടുക്കുക. വീണ്ടും ആ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കൈ നനയ്ക്കുക, കുറച്ച് മാവ് എടുക്കാം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കുട്ടിക്കാലത്തിൽ ഞങ്ങളുടെ അമ്മ ഇത് 4 മണിക്ക് പലഹാരമായിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. എനിക്ക് ആ സ്റ്റീം ചെയ്യുന്ന അടയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാണ് ഈ ചുട്ടെടുക്കുന്ന അട. അപ്പം ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറം നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ ആ കൂടുതൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ക്രിസ്പി ആയിരിക്കും. അകത്ത് ഈ തേങ്ങയുടെ ആ ഒരു ഫില്ലിങ്ങും നല്ലൊരു ടേസ്റ്റാണ്. ഫില്ലിങ് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കേട്ടോ. കൂടുതൽ തേങ്ങ കഴിക്കാൻ ഇഷ്ടമുള്ളത് നന്നായിട്ട് ഫില്ലിങ് കൊടുക്കുക, അല്ലെങ്കിൽ വളരെ തിന്നായിട്ട് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. കവർ ചെയ്യാം.
നമ്മൾ എടുക്കുമ്പോൾ ഇൻ കേസ് മാവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചെടുത്ത് മാറ്റിയാൽ മതി. കുറവാന്ന് തോന്നിയാൽ കുറച്ച് ആഡ് ഓൺ ചെയ്യാം, ഇതൊന്നും പ്രോബ്ലം ഇല്ല. എപ്പോഴും തിന്നായിരിക്കണമെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചെയ്ത അളവെന്ന് പറയുന്നത് ഒരു 6 അട ഉണ്ടാക്കാനുള്ള. ഇപ്പം ഞാൻ 4 ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ഹെൽത്തി അടയാണ്. നമ്മൾ ഇതിനകത്ത് എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ചൂട് സാധാരണ ഓട്ടുപാത്രത്തിലിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എന്താ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് വെച്ചിട്ട് ചുട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എന്നിട്ട് ചുട്ടെടുക്കാം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ഇല നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ടാവും. കൂടാതെ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഇല വിട്ട് വരണം. അതാണ് അതിൻ്റെ പരുവ്. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ടേൺ ചെയ്യാം. ഇപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലായിട്ടേക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് കുക്ക്ഡാണ്. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആയിക്കോട്ടെ. ഇല ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്, ഈസി ആയിട്ട് വിട്ട് വരുന്നുണ്ടെങ്കിൽ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നന്നായിട്ട് ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. ഇതെടുക്കാം. ഇത് നല്ല മുരിഞ്ഞ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. ഇച്ചിരി നല്ല മുരിഞ്ഞ് കിട്ടും. ബാക്കിയുള്ള അട ഇതേപോലെ കുക്ക് ചെയ്യാം. ഒരു സൈഡ് കുക്ക്ഡായി കഴിയുമ്പോൾ ടേൺ ചെയ്യാം. രണ്ട് സൈഡ് ഈ ഒരു കളറാകുമ്പോൾ എടുക്കും. ഇത് റെഡിയായി. ഗോതമ്പട എല്ലാവരും കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നമ്മൾ നന്നായിട്ട് കുക്ക്ഡാണ്. ഇതേപോലെ പെർഫെക്റ്റ്ലി ഇളകി വരും. കട്ട് ചെയ്ത് നോക്കിയാൽ ഉണ്ടോ തേങ്ങയുടെ ഫില്ലിങ്ങും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഗോതമ്പായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയർ ഒരു ഓപ്ഷനുമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ട്രഡീഷണൽ ആണല്ലോ, അപ്പോൾ മറന്നു പോകാതെ ഈ ഒരു റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.